അതാണ് ഞാൻ പറഞ്ഞത്. അല്ല ഇന്നിപ്പോ ഫേസ്ബുക്കിൽ കയറി നോക്കുമ്പോഴേ ഒരു വിമാനം വന്ന് നമ്മുടെ തോട്ടിലല്ലല്ലോ നമ്മുടെ കായലി വന്ന് ലാൻഡ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു ഇതെന്ത് സംഭവം. അത് കൊച്ചിയിൽ വന്ന് ലാൻഡ് ചെയ്ത വിമാനമാ. എടാ നീ എന്നെ കൊണ്ടിട്ട് ഇത് പറയിപ്പിക്കാനല്ലോ നീ ഇത് ചെയ്യുന്നത്. എനിക്കറിയാം. അല്ല സത്യം പറഞ്ഞാൽ എനിക്കത് എന്നാന്ന് മനസ്സിലായില്ല. അത് എന്തിനു വേണ്ടിട്ട് അത് ടൂറിസം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബ്ലോഗർ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആക്ച്വലി ഈ സീ പ്ലെയിനൊക്കെ വന്നിട്ട് വർഷങ്ങളായി. അതായത് ഈ സീ പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞ ഇവിടെയും നമ്മുടെ എല്ലാ കാര്യത്തിലും വന്നിട്ട് അപ്പൊ കൊച്ചിയിൽ വന്ന് സീ പ്ലെയിൻ ഇറങ്ങുവാന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോ അവർക്ക് വന്നിറങ്ങിയത് കൊച്ചിയിൽ വന്നിറങ്ങിയതാ ഞാൻ കണ്ടത്. അതെ, കൊച്ചിയിൽ ഇറങ്ങിയാലും കോവറന്തോന്ന് ഇറങ്ങിയാലും ശരി ആയിക്കോട്ടെ. ഈ സീ പ്ലെയിനൊക്കെ വന്നിട്ട് കുറെ വർഷങ്ങളായി. അപ്പൊ പുള്ളിക്കാരന്റെ ബ്ലോഗ് ആടാ കൊച്ചിയിൽ വന്ന് ഇറങ്ങിയെന്നാണ് പറയുന്നത്. ഓക്കെ, കൊച്ചിയിലായാലും കോവറന്തല്ലേ ഇവിടെ. ഇത് നേരത്തെ വീഡിയോ ആണോ അത്? എനിക്കറിയില്ല. എനിക്ക് ഈ വീഡിയോയോ മറ്റേ റീൽസോ ഇതൊന്നും എനിക്കറിയാൻ പാടില്ലല്ലോ. അല്ലെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോ അല്ലേ ഇത്? ഈ പുള്ളിക്കാരൻ ബ്ലോഗ് ചെയ്തപ്പോ ബ്ലോഗോ എന്താ പേര് പറയുന്നത് എനിക്കറിയത്തില്ല. അപ്പൊ പുള്ളിക്കാരൻ കൊച്ചിയിൽ വന്ന് ഇറങ്ങി ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു, മാറ്റതാ മറിച്ചതാ. ഇത്ര വലിയ സംഭവം അത് പിന്നെ സംഭവല്ലേ അത്. ഞാനതല്ല ചോദിക്കണേ. ഞാൻ ചോദിക്കണ എന്താന്ന് വെച്ചാൽ ഇതിപ്പോ എന്തിനാ ഇപ്പൊ ഈ കായലിൽ കൊണ്ടുവന്ന് ഇറക്കുന്നത് എന്തിനാ ഇപ്പൊ? എടാ അത് ആ ഫ്ലൈറ്റ് കണ്ടപ്പോ എനിക്ക് തോന്നിയത് മിലിറ്ററിയുടെ എന്തോ ഒരു ഫ്ലൈറ്റ് ആണെന്ന് എനിക്ക് തോന്നിയത്. അപ്പൊ ടൂറിസത്തിന്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇനി മിലിറ്ററിന്ന് ഇത് വരുവാണോ? ടൂറിസ്റ്റ് ആണോ മിലിറ്ററി ആണോ എന്താണോന്നും എനിക്കറിയാൻ പാടില്ല. എനിക്കും അത് മനസ്സിലായില്ല. സംഭവം ഞാൻ ആദ്യം ഓർത്ത് ഇത് ഭയങ്കര പുത്തൻ പരിപാടി ആയിരിക്കും ചോദിച്ചു. വേറെ ഒരുപാട് സ്ഥലത്ത് ഉണ്ടല്ലോ അങ്ങനെ. അത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഏതാ ഈ ഫ്ലൈറ്റ് വന്ന് നടക്കുന്നതോ? എന്റെ പൊന്നുമോനെ, ഈ ഫ്ലൈറ്റ് ഒക്കെ നമ്മള് മറ്റേ എന്താ പറയുന്ന മറ്റേ ഒരാളില്ലേ നമ്മുടെ ജിമ്മായിട്ടുള്ള ഒരു റൊണാൾഡോ, എന്താ പേര്? ജിമ്മായിട്ടുള്ള റൊണാൾഡോ ഫുട്ബോൾ കളിക്കാരന്. അതല്ലടാ, അതേപോലത്തെ ഒരു പേര് ആളുണ്ടല്ലോ. റൊണാൾഡീനിയോ അല്ലടാ, വേറൊരു പേരുണ്ട്. ബോച്ച നമ്മുടെ ആളല്ലേ? ബോച്ച നമ്മുടെ ആളാ. അത് ബോച്ചനെ അർണോൾഡിനെ കുറിച്ചാണ്. അതന്നെ എനിക്ക് പേര് കിട്ടിയില്ല. അതാണ് റൊണാൾഡോ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ പ്ലെയിൻ എന്ന് പറയുന്ന ഈ സംഭവം ഈ കൊച്ചി കായലിലേക്ക് ഇറക്കുന്നത് ഇത്ര വലിയ സംഭവമാണോ? അല്ല, സംഭവം ആണോന്ന് വെച്ചാ എനിക്കറിയത്തില്ല. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല കൊച്ചിയിൽ അങ്ങനെ ഇറങ്ങുന്നതായിട്ട്. നീ മറ്റുള്ളടത്ത് കണ്ടിട്ടുണ്ട്, പക്ഷെ മറ്റുള്ളടത്തൊന്നും കൊച്ചി ഇല്ലല്ലോ. കൊച്ചി ഒരു മിനിറ്റ്, ഇപ്പൊ കൊച്ചി ആയാലും ശരി, അറ്റ്ലാന്റിക് ഓഷൻ ആയാലും ശരി, പ്ലെയിൻ ഇറങ്ങുന്നത് സീയിലേക്ക് തന്നെയല്ലേ? പോടാവുന്നത് ഫ്ലൈറ്റ് ഇറങ്ങുന്നത് എവിടെ സീലാവുന്നത്? അത് എയർപോർട്ടിലല്ലേ ഇറങ്ങുന്നത്. ഇതിപ്പോ എയർപോർട്ട് വേണ്ടെന്നല്ലേ പറയുന്നത്, വെള്ളം മതി എന്നാ പറയുന്നത്. സീ പ്ലെയിൻ ഇറങ്ങുന്നത് എവിടെയാ? സീയില്. അതിപ്പോ കൊച്ചി ആയാലും ശരി, കോർണത്തായാലും ശരി, എവിടെയാലും ശരി, ഫ്ലൈറ്റ് ഇറങ്ങുന്നത് സീയിലേക്കല്ലേ? പക്ഷെ ഇത് സീലല്ലല്ലോ, ഇത് കായലല്ലേ ഇറങ്ങിയത്. ആയിക്കോട്ടെ, കായല് എന്താ വെള്ളമല്ലേ? അത് പിന്നെ വേറെ എന്തെങ്കിലും സാധനമാണോ? സീ എന്ന് പറയുമ്പോ കടലല്ലേ, കായലാണെങ്കിൽ കായലെന്ന് പറയണ്ടേ? കടലായാലും ശരി, കായലായാലും ശരി, മറ്റേ നമ്മുടെ എന്താ പറയാ, പിന്നെ വാട്ടർ ലാൻഡിങ് എന്ന് പറഞ്ഞാ പോരെ, എന്തിനാണ് സീ ലാൻഡിങ് എന്ന് പറയുന്നത്? സീ ലാൻഡിങ് എന്ന് പറയണം. ഈ പ്ലെയിൻ പിന്നെ
സീലല്ല. ലാൻഡിങ്ങിൽ കടലിലിറക്കണം. കടലിലിറങ്ങണ ഫ്ലൈറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും കംപ്ലൈന്റ് ആകുമ്പോ ഇറങ്ങണം. സീ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഈ ഈ സാധനത്തിന് മറ്റേ റോഡിൽ ഇറങ്ങാൻ പറ്റുമോ? ഇല്ലല്ലോ. അല്ല, റോഡിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല. അതിന്റെയാണ് റോഡിൽ ഇറങ്ങണത്. ഇത് സീ ലാൻഡിങ് എന്ന് സീയിൽ ഇറങ്ങണ കാര്യത്തിന് എന്താണ് സീല് സീ വിമാനമല്ലേ? ഞാൻ ആരെയും ഇപ്പൊ പോകാണല്ലോ, ആരെ കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞൊന്നുമില്ല. ഈ പ്ലെയിൻ വെച്ചാൽ എടാ, ഇത് പക്ഷെ സീലല്ലല്ലോ ഇറങ്ങിയത്. ഇതിപ്പോ കായലിലല്ലേ ഇറങ്ങിയത്. എടാ, എന്ത് വെള്ളത്തിലാണ് ഇറങ്ങുന്നത്. വെള്ളത്തിൽ ഇറങ്ങുവാണെങ്കിൽ അതിനെ വാട്ടർ ഫ്ലൈറ്റ് എന്ന് പറയണം. വാട്ടർ ഫ്ലൈറ്റോ? അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് എന്തുവാ? വാട്ടർ. നിങ്ങൾ പറഞ്ഞത് സീ ഫ്ലൈറ്റ് എന്നാ പറഞ്ഞത്. സീ ഫ്ലൈറ്റ് സീൽ ഇറങ്ങണമെന്ന് പറഞ്ഞു. സീൽ എങ്ങനെ ഇറങ്ങും? തിരമാലയുടെ ഇടയിൽ കൊണ്ട് ഇറക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, കപ്പല് വാട്ടറിലാണ് സീലാണ് ഇറങ്ങുന്നത്? കപ്പല് സീലാണ്. സീലല്ലേ? അപ്പൊ സീ എന്നല്ലേ പറയുന്നേ? അതെ, അത്രേ ഉദ്ദേശം. പക്ഷെ അത്രയാണ് ഉദ്ദേശം. അങ്ങനെയാണ്. അപ്പൊ പിന്നെ ഇത് കായലിലല്ലേ ഇറങ്ങിയത്. ഇത് കപ്പല് കായലിൽ വരുമോ? എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, വാട്ടർ കപ്പൽ എന്ന് പറയും. അതിന് കപ്പലിന്റെ കൂട്ടത്തിൽ അതിനെവിടെ സീ ചേർക്കുന്നത്? ഷിപ്പ് എന്നല്ലേ ഉള്ളൂ. ഷിപ്പ്, വാട്ടർ ഷിപ്പ് എന്ന് പറയുന്നേ. അല്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. അതിനകത്ത് സീ എന്ന് മെൻഷൻ ചെയ്യുന്നില്ലല്ലോ. താൻ ഇതിന്റെ അകത്ത് പറഞ്ഞ എന്തുവാ? സീ. താൻ പറഞ്ഞത് സീ. അപ്പൊ പിന്നെ ഷിപ്പ് എവിടെ ഇറക്കുന്നത്? എയറിലാ ഇറക്കുന്നത്? അത് അല്ലല്ല. അതിന് എവിടെ ഞാൻ ചോദിക്കുന്നത്, സീ ഷിപ്പ് എന്ന് പറയുന്നില്ലല്ലോ. ഷിപ്പ് എന്നല്ലേ പറയുന്നുള്ളൂ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചു, കയാക്ക് എന്ന് പറയുന്ന സംഭവം അറിയോ? കയാക്ക്, ബോട്ട്, ഷിപ്പ്, ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? കയാക്ക് എന്നാന്ന് എനിക്ക് അറിയത്തില്ല. അത് നമ്മൾ ചെറിയൊരു തോണി, അതേപോലെ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും തുഴഞ്ഞു പോകുന്ന ഒരു സാധനമില്ലേ? അപ്പുറത്തും ഇപ്പുറത്തും തുഴഞ്ഞു പോകുന്നതിന് ഞങ്ങളിവിടെ വള്ളം എന്നാ പറയുന്നത്. വള്ളം എന്ന് നമ്മുടെ നാട്ടില് നമ്മുടെ ഒരു ഇതില് പറയും. ഓക്കെ, കറക്റ്റ് ആണ് നീ പറയുന്നത്. ഞാൻ പിന്നെ നാട്ടിലല്ലേ ഉള്ളത്. പിന്നെ ഞാൻ നാട്ടിൽ നിന്നല്ലേ പറയേണ്ടത്. എടാ ആയിക്കോട്ടെ. അപ്പൊ പിന്നെ ഈ ബോട്ടും വ്യത്യാസം എന്തുവാ? ബോട്ടും വള്ളവും തമ്മിലുള്ള വ്യത്യാസമോ? ബോട്ടും ഷിപ്പും. ഷിപ്പ് വലുതല്ലേ. ഇപ്പൊ സമുദ്രവും കടലും തമ്മിലുള്ള വ്യത്യാസം. ഞാനേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇപ്പൊ കൂടിപ്പോവും. അതുകൊണ്ട് നീ നിർത്തിക്കോ. അല്ല, ഞാൻ പറഞ്ഞേക്കെ, ബോട്ട് എന്ന് പറയുന്നത് ഷിപ്പ് എന്ന് പറയുന്നത്, ബോട്ട് ചെറുതല്ലേ, ഷിപ്പ് വലുതല്ലേ. അപ്പൊ ആ വ്യത്യാസം ഇല്ലേ? അതാ ഞാൻ ചോദിച്ചത്. ആ വ്യത്യാസം ഇല്ലേ? വ്യത്യാസം ഉണ്ട്. വ്യത്യാസം ഇല്ലെന്ന് ഞാൻ ആരാ പറഞ്ഞത്? ഇവിടെ ഞാൻ പറഞ്ഞത് എന്തുവാ? താൻ പറഞ്ഞത് സീ ഷിപ്പ് എന്ന് പറഞ്ഞു. അല്ല, സീ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു. സീ ഫ്ലൈറ്റ്. എന്നിട്ട് ഞാൻ അതിന് ചോദിച്ചു, സീ ഫ്ലൈറ്റ് ആണെങ്കിൽ കായലിൽ എങ്ങനെ ഇറങ്ങണമെന്ന് ചോദിച്ചു. അപ്പൊ താൻ പറഞ്ഞു സീ ഫ്ലൈറ്റ് കായലില് അല്ല, വെള്ളത്തിൽ ഇറങ്ങിയില്ലെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, വെള്ളത്തിൽ ഇറങ്ങുവാണെങ്കിൽ വാട്ടർ ഫ്ലൈറ്റ് എന്ന് പറയണം. സീ ഫ്ലൈറ്റ് വാട്ടർ എന്നല്ല പറയുന്നത്. സീ ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ എന്തുവാ? ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ചുമ്മാ ഫേസ്ബുക്ക് എടുത്തപ്പോ കണ്ടയാണ്, ഒരു വിമാനം ഇങ്ങനെ ചുറ്റോട് ചുറ്റുന്നു, എന്നിട്ട് നേരെ കൊണ്ടുവന്നിട്ട് കായലില് ഇറക്കുന്നു, എന്നിട്ട് ടൂറിസം എന്ന് പറയുന്നു. ഞാൻ നോക്കിയപ്പോ പട്ടാളക്കാരുടെ പോലത്തെ ഫ്ലൈറ്റ്. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ തന്നെ എന്റെ ഫ്ലൈറ്റ് കായൽ ഇറക്കുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ കായലിൽ ഇറക്കേണ്ട കാര്യം ഇരിക്കുന്നത്, അതിപ്പോ എയർപോർട്ടിലില്ലേ ഇവിടെ? ഇപ്പം ഏതോ സീ ഫ്ലൈറ്റ് ഇറക്കാൻ വേണ്ടിട്ടോ? അവിടെയാണ് ഈ കുഴപ്പം. സീ ഫ്ലൈറ്റ് ആണെങ്കിൽ കായലിൽ എങ്ങനെ ഇറക്കും? കടലിലല്ലേ ഇറക്കേണ്ടത്. എടാ, വെള്ളം പോരാ. അതെ, എന്നാ പിന്നെ വെള്ളം വാട്ടർ എന്ന് എഴുതണമെന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് സീ ഫ്ലൈറ്റ് എന്ന് എന്തിനു എഴുതുന്നു?
എന്റെ പൊന്നു മോനെ, ഈ ഈ ഈ സംഭവം നിർമ്മിച്ചത് എനിക്ക് വലിയ വിവരമൊന്നുമില്ല. ഞാൻ പറയുകയാണ്, ഇത് നിർമ്മിച്ച അല്ല ആൾക്കാര് ഇവരെ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഇവിടെ ആദ്യത്തെ നിങ്ങൾ പറഞ്ഞില്ലേ റൊണാൾഡോയുടെ കയ്യിലുണ്ടായിരുന്നു സീഷിപ്പ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എടാ അതല്ല, അർണോൾഡ് അർണോൾഡ്. ഓക്കെ, അയാളുടെ പേര് സീ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു ജിമ്മിന്റെ കാര്യം പറയാൻ വേണ്ടി പറഞ്ഞു. അല്ല അവന്റെ കയ്യിൽ സീഷിപ്പ് ഉണ്ടോ? എനിക്കറിയില്ല, ഞാൻ ചുമ്മാ പറഞ്ഞുള്ളൂ. അവിടെ നെറ്റ് പോയെന്ന് തോന്നുന്നു കിട്ടും. നെറ്റ് ഒന്നും പോയിട്ടില്ല. ഇടക്ക് ആര് കയറിയൊന്നും സംസാരിച്ചല്ലോ, അതാരാണോ? ആരും സംസാരിച്ചൊന്നും അല്ല, നെറ്റ് പോയിട്ട് ഇങ്ങനെ മറ്റേ ഗിത്താറിന്റെ പോലത്തെ സൗണ്ട് കേട്ടോ. എടാ സമ്പ്രദായനെ, നീ ഇപ്പൊ ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുവാണോ? ഞാനേ ബാലുവിനെ വിളിച്ചു. ബാലു ലൈവ് കണ്ടോണ്ടിരിക്കുക. നീ ലൈവ് പോയിക്കൊണ്ടിരിക്കുക? ബാലുവിനെ വിളിച്ചിട്ടുണ്ട്. ബാലുവിനെ എടാ നന്ദുവേ, എന്നെ നാറ്റിക്കരുത് പ്ലീസ്. ഞാനെങ്കിലും ആരെയും നാറ്റിക്കത്തൊന്നുമില്ല. എനിക്ക് നാറ്റിക്കുന്നു. ലൈവ് വെക്കോ, പക്ഷെ എന്നെ നാറ്റിക്കരുത് സത്യമായിട്ട്. എനിക്ക് ഇതിനകത്തൊന്നും ഒരു റീൽ എടുക്കുന്ന എങ്ങനെയാണ് പോലും എനിക്കറിയാൻ പാടില്ല.